വഖഫ് ഭേദഗതി ബില്ല് പാസാക്കി പാർലമെന്റ്. ലോക്സഭയ്ക്ക് പിന്നാലെ 95-നെതിരെ 128 വോട്ടുകൾക്കാണ് ബില്ല് രാജ്യസഭ പാസാക്കിയത്. 12 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ലിന് രാജ്യസഭയിൽ അംഗീകാരമായത്. പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ ശബ്ദ വോട്ടോടെ തള്ളുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ഇനി അറിയേണ്ടത് രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് വിട്ട ആ ഒരു തീരുമാനം എന്താകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ എപ്പോഴായിരിക്കും അത്തരം തീരുമാനമുണ്ടാവുക? വിഷ്ണുവിനെയും രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രമാണ് വഖഫ് ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയത്. ഇന്നലെ രാത്രിയിൽ ഏതാണ്ട് 2 മണിക്ക് ശേഷം ഈ ബില്ല് രാജ്യസഭയും പാസാക്കി. 128 അംഗങ്ങൾ രാജ്യസഭയിൽ ഈ ബില്ലിനെ അംഗീകരിച്ചപ്പോൾ കേവലം 95 അംഗങ്ങൾ മാത്രമാണ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. നേരത്തെ ലോക്സഭയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു 288 അംഗങ്ങൾ പിന്തുണയ്ക്കുകയും 232 അംഗങ്ങൾ എതിർക്കുകയും ചെയ്തു. അങ്ങനെ പാർലമെന്റ് കടന്ന് വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയാണ്. ഇനിയും ദ്രൗപദി മുർമു കൂടി ഇതിന് അംഗീകാരം നൽകുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് പുതിയ വഖഫ് നിയമം വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 1995-ലും അതോടൊപ്പം തന്നെ 2003-ലും കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയ ഭേദഗതികളാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. രാജ്യത്ത് ഏത് ഭൂമിക്കുമേലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാനും അത് പിടിച്ചെടുക്കാനും കഴിയുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ വഖഫ് ബോർഡിന് 95-ൽ നരസിംഹറാവുവിൻ്റെ കോൺഗ്രസ് സർക്കാരാണെങ്കിലും പിന്നീട് 2013-ൽ മൻമോഹൻ സിംഗിൻ്റെ കോൺഗ്രസ് സർക്കാരുകളാണെങ്കിലും കൊടുത്തു. അതിനെതിരെ വലിയ പ്രതിഷേധം മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇത്തരം ഒരു ഭേദഗതി വരണമെന്ന വികാരം മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ രൂപപ്പെടുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ബില്ല് പാസ്സാക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ബില്ല് പാർലമെന്റിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പാർലമെന്റിന് പുറത്തുൾപ്പെടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉള്ളവർ തന്നെ മധുരം വിതരണം ചെയ്തുൾപ്പെടെ ആഘോഷിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഡൽഹിയിലും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കണ്ടതാണ്. മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇത്തരം ആഘോഷ പ്രകടനങ്ങൾ ഈ ബില്ല് അർദ്ധരാത്രി പാസ്സാക്കുന്ന ഘട്ടത്തിൽ പോലും നടക്കുന്നുണ്ട്. എന്തായാലും പാർലമെന്റിന്റെ ഇരുസഭകളും ആ ചരിത്രപരമായ ദൗത്യം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭയും രാജ്യസഭയും കടന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് ഇനിയും ഈ ബില്ല് എത്തുകയാണ്. ദ്രൗപദി മുർമുവിൻ്റെ നമ്മുടെ രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ വഖഫ് ഏത് നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ നിയമവ്യവസ്ഥകൾ നടപ്പാക്കാൻ. എന്തായാലും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭയിലെ അംഗങ്ങളും ഈ ക്രൈസ്തവ സംഘടനകളുടെ ഉൾപ്പെടെ ആഹ്വാനത്തെ തള്ളിക്കൊണ്ട് ഈ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഈ ബില്ലിൽ ചില ഭേദഗതികൾ മുന്നോട്ടുള്ള വ്യവസ്ഥകൾ വെച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാരായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ UDF-ൻ്റെയും എംപിമാർ ബില്ലിനെ എതിർത്തുകൊണ്ടുള്ള ഭേദഗതികൾ മുന്നോട്ട് വെച്ചു. എന്നാൽ ആ ഭേദഗതികളെല്ലാം ശബ്ദ വോട്ടോടെ തള്ളിക്കൊണ്ടാണ് ഈ സുപ്രധാനമായ ബില്ല് ഇന്നലെ രാത്രി 2 മണിക്ക് ശേഷം അർദ്ധരാത്രിയിൽ രാജ്യസഭയും പാസ്സാക്കിയത്. 2 ബില്ലുകളും അർദ്ധരാത്രിയിൽ ഈ ബില്ലുകൾ പാർലമെന്റിന്റെ ഇരുസഭകളും വളരെ വൈകി പാസ്സാക്കി എന്ന ഒരു സവിശേഷത കൂടിയുണ്ട്. ഇന്നലെ രാജ്യസഭ പിരിഞ്ഞത് തന്നെ ഇന്ന് പുലർച്ചെ 4:02-നാണ്. വളരെ അസാധാരണമായി മാത്രമാണ് നമുക്ക് നമ്മുടെ പാർലമെന്റുകൾ ഇത്രത്തോളം വൈകി പിരിയുന്നത് കാണുന്നത്. കാരണം അതിന് അത്ര വലിയ പ്രാധാന്യമുള്ള ബില്ലാണ് നമ്മുടെ ഇരുസഭകളും ിരുന്നത്. അതിനാൽ ഇന്ന് പുലർച്ചെ 4:02-നാണ് ജഗദീപ് ധൻഖർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്നിനും 11 മണിക്ക് വീണ്ടും രാജ്യസഭ സമ്മേളിക്കും. നേരത്തെ ലോക്സഭയും അർദ്ധരാത്രിയിലാണ് ഈ ബില്ല് പാസ്സാക്കിയിരുന്നത്. അങ്ങനെ വളരെ ചരിത്രപരമായ ഒരു ദൗത്യം പാർലമെന്റ് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചരിത്രപരമായ ദൗത്യം പാർലമെന്റിന്റെ ഇരുസഭ പരിഗണിച്ചു. ഇനിയും രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതോടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. വിഷ്ണു. ഗൗതം, എന്തുതന്നെയായാലും ചരിത്ര നിമിഷം തന്നെയായിരുന്നു പാർലമെന്റിൽ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ എടുത്തു പറയേണ്ടത് ഈ പ്രതിഷേധങ്ങൾക്കൊടുവിലും യാഥാർത്ഥ്യത്തിന് നടുവിലും ഈ വഖഫ് ഭേദഗതിക്കെതിരായ വ്യാജ പ്രചരണങ്ങൾ വില പോയില്ല. അത്തരം വ്യാജ പ്രചരണങ്ങൾക്കുള്ള കനത്ത തിരിച്ചടി കൂടിയായി മാറുകയല്ലേ പാർലമെന്റിലെ ഈ ഒരു അംഗീകാരം? വിഷ്ണു, ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് വലിയ പ്രചരണങ്ങൾ ഇതിനെതിരെ ഇന്ത്യ സഖ്യവും തീവ്ര ഇസ്ലാമിസ്റ്റുകളുമൊക്കെ നടത്തിയിരുന്നു. നമ്മൾ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സമയത്തും ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടന്നതാണ്. അന്നത് മുസ്ലിം വിരുദ്ധമാണെന്നും മുസ്ലിങ്ങളെ ഈ രാജ്യത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാനാണ് CAA കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ 5 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ അതേ കൂട്ടർ തന്നെ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും ഏറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം.
CAA എങ്ങനെയാണോ പാസ്സാക്കിയത് അതേ രീതിയിൽ തന്നെ പാർലമെന്റിന്റെ ഇരു സഭകളിലും ഈ ബില്ല് അവതരിപ്പിക്കാനും അതിനെ പാസ്സാക്കി എടുക്കുവാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. അത് BJP മാത്രമല്ല, മുസ്ലിം വോട്ട് ബാങ്ക് കൃത്യമായുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഈ ബില്ലിനെ അംഗീകരിച്ചു എന്നതുകൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ സഖ്യകക്ഷികളാണ് തെലുങ്ക് ദേശം പാർട്ടിയും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡും ലോക് ജനശക്തി പാർട്ടിയുമൊക്കെ. പക്ഷേ ഇവരൊക്കെ ഈ ബില്ലിനെ എതിർക്കുമെന്ന പ്രചരണം ആദ്യഘട്ടത്തിൽ ശക്തമായിരുന്നു. കാരണം JDU ആണെങ്കിൽ അത് ബീഹാറിലെ മുസ്ലിം വോട്ട് ബാങ്ക് കൃത്യമായ ഉള്ളൊരു പാർട്ടിയാണ്. തെലുങ്ക് ദേശം പാർട്ടിയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ മുസ്ലിങ്ങളുടെ വലിയ പിന്തുണ ചന്ദ്രബാബു നായിഡുവിനും PDPക്കുമുണ്ട്. ചിരാഗ് പാസ്വാൻ നേതൃത്വം കൊടുക്കുന്ന ലോക് ജനശക്തി പാർട്ടി മുസ്ലിം വോട്ട് കൃത്യമായി തന്നെ സമാഹരിക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയാണ് ബീഹാറിൽ. അതിനാൽ ഇവരൊക്കെ ഇതിനെ എതിർക്കും എന്നാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവുമൊക്കെ ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചത്. പക്ഷേ ബില്ല് പരിഗണിക്കുന്ന വേളയിൽ ഈ പാർട്ടികളൊക്കെ വലിയ ആവേശത്തോടു കൂടി ഈ ബില്ലിനെ എതിരേറ്റു എന്നതാണ്. കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണ ഈ ബില്ലിലാണ് എന്ന വികാരം രാജ്യത്തൊട്ടാകെ ആഞ്ഞടിച്ചതോടുകൂടി ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പൂർണ്ണമായി തന്നെ ബില്ലിനെ അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള വോട്ടുകൾ കൂടി രാജ്യസഭയിൽ NDAക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം 128 വോട്ടുകളിലാണ് ഈ ബില്ല് പാസ്സായിരിക്കുന്നത്. NDAയുടെ രാജ്യസഭയിലെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 125 എന്നാൽ ബിജു ജനതാദൾ പോലുള്ള കക്ഷികൾ ഇന്നലെ രാവിലെ വരെ ഈ ബില്ലിനെ എതിർക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നീട് ബിജു ജനതാദൾ പറഞ്ഞത് മനസാക്ഷി വോട്ട് MP മാർക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പ്രതിപക്ഷ നിരയിലെ പല പാർട്ടികളുടെയും MP മാരുടെ പിന്തുണ കൂടി ഈ ബില്ലിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ ആധികാരികമായിട്ടാണ് രാജ്യസഭയും ലോക്സഭയും കടന്ന് ഈ ബില്ല് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നത്. വിഷ്ണു. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.